Come on, baby. മുളക് പൊടിയോ? കണ്ണിലിറങ്ങിട്ട് ഓടിയല്ലോ. മുളക് പൊടി അല്ല, അത് കളറാ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ലോക്കൽസിലേക്ക് ഇറങ്ങിച്ച് നമുക്ക് പറ്റും. ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാം നമ്മളല്ലേ. സിനിമ പറയില്ലേ? ഓഹോ, ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ലോക്കൽസിന് ഓക്കെ. അപ്പൊ അവന്റെ വാ പോണോ? നീ ഏതൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് കണ്ടിട്ടെടുത്തോട്ട് ആ പോണ ടീമിനെ മനസ്സിലായോ? നമ്മുടെ ജോജി ജോർജാണ് അദ്ദേഹം. നമ്മുടെ പൂരഞ്ചു മറിയൻ ജോസ് അടക്കം ഒരുപാട് മലയാള സിനിമയിൽ ശ്രദ്ധേയ. നമ്മളെ പരിപാടി ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. സാറ് വേറെ പേഴ്സണലായിട്ടുള്ള തിരക്കിന്റെ ഇടയിലാണ്. നമ്മളതിൻ്റെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലാന്ന് അറിയാം. അതുകൊണ്ട് നൈസായിട്ട് മൂവ് ചെയ്തു. സാറ് പറഞ്ഞു ഇച്ചിരി പേഴ്സണൽ തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇനിയും കാണുമല്ലോ നമുക്ക്. ഓക്കെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കിടങ്ങൂർ പഞ്ചായത്തിലാണ്. ഇത് പാലാ കോട്ടയം റൂട്ടിലാണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. കിടങ്ങൂർ പഞ്ചായത്തും ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് ഈ ഇടയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ഒരു വഴിയോര വിശ്രമ കേന്ദ്രം യാത്രക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തികച്ചും സൗജന്യമാണ്. ഇവിടെ ബാത്റൂമുണ്ട്, യൂറിനൽ, ഡൈനിങ് ടേബിൾ ഉണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്, ഫീഡിങ്ങിന് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റൂമുണ്ട്, ലൈറ്റ്, ഫാന്, ടേബിള് എല്ലാം തികച്ചും സൗജന്യമാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ചൂടുവെള്ളം, ചായ, സ്നാക്സൊക്കെ ലഭിക്കുന്ന ഒരു ചെറിയ സ്റ്റോറും അതിനോട് കൂടെയുണ്ട്. ഇത് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്ത ഒരു വലിയ ഉപകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ നാടുകളിലും ഇതുപോലെ ഒന്നുണ്ട് എങ്കിൽ യാത്രക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ. ഇത്തരത്തിലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വണ്ടിയുടെ അകത്ത് എന്തോ കേറിയിട്ടുണ്ട്. പാമ്പാണോന്ന് സംശയമുണ്ട്. ഇവിടെ നോക്കുക, കുറച്ച് നമുക്ക് എന്താ സംഭവം നോക്കാം. പൂച്ചയോ? ഞാൻ നോക്കിയിട്ട് സീറ്റിന്റെ അകത്തൊന്നും ഒന്നുമില്ല. കരച്ചിൽ കേട്ടുണ്ട്. ഇപ്പൊ ഒരു അനക്കമില്ല. ഞാൻ അടുത്ത് ഏതെങ്കിലും പൂച്ചേനെ വണ്ടി കയറിയതാണ്. പൂച്ചയാണോ? പൂച്ചേനാണോ അല്ല പാമ്പാണോ? പാമ്പല്ലാതെ ഞാൻ സൗണ്ട് കേട്ടോ പൂച്ചയുടെ. കാണാവോ? കാണാൻ പറ്റില്ല. കാണാൻ പറ്റുണ്ടോ? പൂച്ചയുണ്ടോ? ഉണ്ടോ? പൂച്ചയാണല്ലേ? എടുക്കാൻ നോക്കട്ടെ. ഇത് പിടിച്ചേ. ആ അതെ, പൂച്ച കയറിക്കണു. ഇതെപ്പോ കേറിന്റെ അകത്ത്
ഇതെങ്ങനെയാണാ കയറിയത്? ഇതെങ്ങനെ തുറക്കണേ? ഇത് ഇറങ്ങണ ആ കിട്ടിയോ? ഓ ഓ എന്റെ പൊന്നെ പൂച്ച. ഓ പൂച്ചയുടെ കാര്യം പറഞ്ഞ പൂച്ചക്ക് കേറിയിരിക്കാൻ വേറെ സ്ഥലമൊന്നും ഉണ്ടായില്ല. ഓ അതിന് പറയാ മതിയില്ല. ഇനി എന്ത് ചെയ്യേ? ആശാന്റെ വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട്. വഴിയാത്രക്കാരെ അടങ്ങാറാക്കാനാന്ന് തോന്നുന്നു. മതല്ല അകത്തേക്കിടാം. നമസ്കാരം കൂട്ടുകാരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പെരുമ്പാവൂർ മൂവാറ്റ റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂവാറ്റിൽ നിന്നും പെരുമ്പാവൂർ പോകുന്ന വഴിക്ക് പള്ളിച്ചിറങ്ങര എന്ന സ്ഥലമുണ്ട്. അവിടെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ഒരു ഉപ്പുമാങ്ങ, അച്ചാറ്, നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോൾ പോയാലും ഈ കടയിൽ നല്ല തിരക്കാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് കലാകാരന്മാർ, സിനിമാക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടുന്ന് ജ്യൂസ്, ഷെയ്ക്ക് ഐറ്റംസൊക്കെ കഴിക്കാറുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ എന്താ ഇതിന് മാത്രം പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് ഇവിടെ വന്നേക്കണത്. ഈ ചുറ്റുവട്ടത്തായിട്ട് 10-20ഓളം കടകളുണ്ട് ഇത്തരത്തിലുള്ള. പക്ഷേ ആളുകളെല്ലാവരും ഈ കടയിലേക്ക് മാത്രമാണ് വരുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെരുമാറ്റമാണ്. ചിരിച്ചുകൊണ്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്നത്. അതുതന്നെയാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്ന് കഴിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നത് കേട്ടു, നല്ല ടേസ്റ്റിയാണ് ഇവരുടെ ഈ കൂട്ടെന്ന്. ഒരു ഭർത്താവും ഭാര്യയും മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവരൊറ്റയ്ക്ക് അവരുടെ വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റംസാണ്. കരിക്കിൻ്റെ ഷെയ്ക്ക്, ജ്യൂസുകൾ, ഉപ്പിലിട്ട മാങ്ങ, നാരങ്ങ, ജാതിക്ക, പൈനാപ്പിള്, നെല്ലിക്ക, വാഴപ്പിണ്ടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു സാധനം അടിപൊളിയാല്ലേ? പൈനാപ്പിളിലൊരു പിടി നോക്കാം. പൈനാപ്പിൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എരിവല്ല, പൊളിയും ടേസ്റ്റും എല്ലാം ഉണ്ട്. അടിപൊളി സാധനം. ഇത് ഞാനങ്ങോട്ട് വിഴുങ്ങിയ കേട്ടോ. ഇത് ചോദിക്കരുത്, ഞാൻ തരൂല. അടിപൊളിയല്ലേ? വെള്ളം ചേർന്നുണ്ടോ? മഴ കഴിയുന്നുണ്ട് ഇവിടെ. ക്യാരറ്റ് നോക്കിയാലോ? ക്യാരറ്റ്, മാങ്ങ, നെല്ലിക്ക, ജാതിക്ക, മാങ്ങ, എല്ലാ ഐറ്റവും ഉണ്ട്. ഇതിന്റെ പേരിന് ഇതാ കണ്ണിമാങ്ങ. സോറി, എനിക്ക് വിട്ടുപോയതാ പേര്. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാ. വെറുതെ ഇരിക്കണവർക്ക് ഇവിടെ വന്നിരുന്ന് തിന്നാൻ എന്നാ വൈബായിരിക്കും. പണിക്ക് പോണവർക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. ഇത്താ എന്തോരം നാളെ ഇപ്പൊ ഈ കട ഇവിടെ തുടങ്ങിയിട്ട്? 12 വർഷമായി. ഇത്ത മാത്രമല്ല, അത് വേറെ ആരെങ്കിലും ഉണ്ട് സഹായത്തിന്? ഹസ്ബൻഡും ഉണ്ട്. ഇവിടെ തന്നെയാണ്? അടുത്താണോ വീടോ? ഓക്കെ. ഇവിടെ നമ്മുടെ സിനിമാനടൻ ആരാണ്ടൊക്കെ വരണ്ടെന്ന് കേട്ടറിയുണ്ടല്ലോ നാട്ടില്. സിനിമയുടെ നമ്മുടെ റംസാൻ ഇവിടെ അടുത്താണ്, ഇവിടെ വരാറുണ്ട്. കസ്റ്റമറാണ്, അതാണ് ഇത്ര ടേസ്റ്റ്. ഓക്കെ. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ എന്തെങ്കിലും ചേരുവോട് ചേരുന്നേ? അത് നമ്മള് പ്രത്യേകിച്ച് അധികം ചേരുവയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു ട്രിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അത് ട്രേഡ് സീക്രട്ടാ. അച്ചാറ് എല്ലാം വീട്ടിൽ അതെല്ലാം ഞാനും ഹസ്ബൻഡും കൂടി പ്രിപ്പയർ ചെയ്യുന്നത്. അടിപൊളിയാണ്. കാരണം ഇതിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഞങ്ങളൊന്ന് കയറണം വിചാരിക്കും.
ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഇതാണെങ്കിൽ അടിപൊളി, എപ്പോഴും ഇവിടെ വന്നാലും തിരക്കായിരിക്കും. നല്ല പറ്റും എന്താണെങ്കിലും. ഇത് എന്തോരം നാളാ ഇത് ഉണ്ടാക്കി വെക്കണ്ട? കാലാവധി അങ്ങനെ വല്ലതും ഉണ്ടോ ടേസ്റ്റ് ഇടാൻ? അപ്പൊ 15 ദിവസം പലതിനും പല ടൈം എടുക്കും. ആ ഓക്കെ. പിന്നെ പൈനാപ്പിൾ മാത്രം നമ്മൾ അന്നേരം തന്നെ പൈനാപ്പിൾ പെട്ടെന്ന് എഫക്റ്റ് പിടിക്കും. പെട്ടെന്ന് റെഡിയാവും. ഓക്കെ. അപ്പൊ തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പൈനാപ്പിൾ. ബാക്കിയെല്ലാം നമ്മൾ ഒരാഴ്ച ഇരിക്കുന്നുണ്ട്. പിന്നെ 15 ദിവസം വേണം. പിന്നെ ഈ ഫുള്ളായിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ 20 ദിവസം അതിൻ്റെതായ റെഡി ആയിട്ട് വരും. വേറെ കുടിക്കാൻ എന്തൊക്കെ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള? കുടിക്കാൻ സ്പെഷ്യൽ നമ്മള് ഇതിന്റെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് സോഡ കൊടുക്കുന്നുണ്ട്. അപ്പൊ നെല്ലിക്ക സോഡ, മാങ്ങ സോഡ, അങ്ങനെ എല്ലാത്തിന്റെ വെറൈറ്റി ആ നീര് വെച്ചുള്ള പരിപാടി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കും. കരിക്കിന്റെ ഷെയ്ക്ക്, ഷെയ്ക്ക്, പിന്നെ നമ്മുടെ ജ്യൂസുകൾ, പൈനാപ്പിള്, ഇതെല്ലാം ജ്യൂസുണ്ട്. ഇതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഇട്ടോ? ജ്യൂസെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കും അന്നേരം നേരം. അച്ചാറുകളെല്ലാം നമ്മള് വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരും. വീട്ടില് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടോ? ഹെൽപ്പ് ചെയ്യാൻ വേറെ ആളൊന്നും ഇല്ല. മക്കളൊക്കെ? മക്കള് രണ്ടുപേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളാണ്. സന്തോഷത്തോടുകൂടി ഹസ്ബൻഡും വൈഫും ഇവിടെ നല്ലൊരു കച്ചവടത്തിൽ ഏർപ്പെട്ടു. മഴയൊക്കെ ആയിട്ട് കസ്റ്റമർക്ക് എങ്ങനെയുണ്ട്? കുറവാണ്. കുഴപ്പമില്ലാതെ പോണു. സ്ഥിരം ആൾക്കാരുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. ഇതാ നമ്മുടെ വീഡിയോ ആയിട്ട് സഹകരിച്ചതിന് 1000 നന്ദി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കളർഫുൾ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗ്രനാറോ എന്ന് പറഞ്ഞ വയർലെസ് മൈക്കിന്റെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആമസോണിൻ്റെ സൈറ്റിൽ നിന്നും 2550 രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടാണ് നമ്മൾ ഈ മൈക്ക് വാങ്ങിയിട്ടുള്ളത്. ഗ്രനാറോ എന്നാണ് ഈ മൈക്കിൻ്റെ പേര്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. 2 മൈക്കും ഒരു ട്രാൻസ്മിറ്ററുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ആമസോണിൻ്റെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്. 2550 രൂപയുടെ ബില്ല്. നമുക്ക് 7 ദിവസത്തേക്ക് റീപ്ലേസ്മെൻ്റ് അടക്കം കൊടുത്തിട്ടുള്ള ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാക്കിംഗ് കേസ്, പിന്നെ നമ്മുടെ മൈക്കാണ് അടുത്തായിട്ടുള്ളത്. മൈക്കിൻ്റെ കവറിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ പ്രത്യേകതകൾ, നോയിസ് ക്യാൻസലേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ മൈക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവരുടെ സർവീസ് എന്താണെങ്കിലും പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല പാക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി. അപ്പം മൈക്കിൻ്റെ കൂടെ നമുക്ക് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. കൂടാതെ 2 ഡേറ്റ കേബിളും ഒരു ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പിന്നും ഹെഡ്ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പിന്നുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ട്രാൻസ്മിറ്റർ. കൂടാതെ ഈ കാണുന്നത് മൈക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ C ടൈപ്പ് പോർട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് മൈക്ക് കേസ് അല്ലാതെ നമുക്ക് പുറത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതേ C ടൈപ്പ് പോർട്ടിൽ നിന്ന് നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാവുന്നതുമാണ്. നമ്മുടെ ചാർജ് ചെയ്യുന്ന അതേ പോർട്ടിൽ നമ്മൾ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യുക. ശേഷം നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. മൈക്ക് ഓൺ ആക്കിയാൽ മാത്രം മതി. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്ത മൈക്കിൻ്റെ റിവ്യൂ, അപ്പം നമ്മൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലെ സ്പീക്കറിലുള്ള മൈക്കിലുള്ള സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈക്ക് ഓൺ ആക്കി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. പച്ച കളർ കണ്ടില്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്.
ഇത് രണ്ടെണ്ണം ഉണ്ട്, 2 മൈക്കും ഒരു ട്രാൻസ്മിറ്ററുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇപ്പം നിലവിൽ ഫോണിൽ കണക്ട് ചെയ്തേക്കോ ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതാണ് ഏറ്റവും പ്രത്യേകത. 20 മീറ്റർ വരെയും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 15 മീറ്ററിൽ കൂടുതൽ ഞാൻ പോയിട്ടുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 20 മീറ്ററിൻ്റെ അധികം നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 25,000-30,000 ഒക്കെ കൊടുത്ത റോഡിൻ്റെ മൈക്ക് മേടിക്കുന്നവർക്ക് ഈ മൈക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ് എങ്കിലും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ മൈക്കിന് ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു തവണ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഒറ്റ തവണ ഈ പച്ച ലൈറ്റ് ബ്ലിങ്ക് ആവും. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ 1 സ്റ്റാർട്ടാവും. രണ്ടാമത് ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ 2 തവണ പച്ച ലൈറ്റ് ബ്ലിങ്ക് ആവും. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ്റെ ലെവൽ 2 ആണ്. പിന്നെ 3 തവണ പച്ച ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സൗണ്ട് പോലും നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, ചെറിയൊരു സൗണ്ട് പോലും നമുക്ക് ഈ മൈക്കിലൂടെ കിട്ടാണ്ട് നോയിസ് ക്യാൻസലേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നു. നല്ല ക്ലാരിറ്റി ആയ ശബ്ദം ലഭിക്കും. അപ്പോൾ ഇത്രയും ചെറിയൊരു വിലയ്ക്ക് 2,550 രൂപ എന്ന ചെറിയൊരു പ്രൈസിൽ ഈ ഒരു മൈക്ക്, ഗ്രനാറോയുടെ ഒരു ചൈനീസ് ബ്രാൻഡ് നമുക്ക് ലഭിക്കുന്നത് അത്ഭുതം തന്നെയാണ്. കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള മൈക്കുകളൊക്കെ റോഡിൻ്റെ 30,000 25,000 രൂപയുടെ മൈക്കുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. ചേച്ചി ഹാപ്പി നോക്കാം. നൈസ് മോനെ. ഒന്നുകൂടെ കറക്റ്റ് ചെയ്തോളൂ. ഒന്ന് താമസിപ്പിക്കാനോ എല്ലാവരും പെട്ടെന്നാണ് ഇവിടെ നടക്കാൻ പറയാം.
പാണ്ടിക്കാട് കുഞ്ഞാലും ഗ്യാസ് കരി. ഒരു ഹായ് വന്നേക്കാം. ചേച്ചി ഹാപ്പി നോക്കാം. നമ്മുടെ തൗഫീഖ് മച്ചാൻ്റെ ജബിനാസ് കഫേയുടെ പുതിയ ജ്യൂസ് ഷോപ്പ് പെരുമ്പാവൂർ ആലുവ KSRTC റൂട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. വ്യത്യസ്തമായ ജ്യൂസുകളാണ്, അടിപൊളി സാധനം. നെല്ലിക്ക ബോംബ്, ജാക്ക് ഫ്രൂട്ട് ഷേക്ക്, കരിക്കിൻ്റെ ഷേക്ക്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഈ ജാക്ക് ഫ്രൂട്ട് ഷേക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ചേട്ടാ എങ്ങനെയുണ്ട്? ചേട്ടന്മാരെങ്ങനെയുണ്ട്? നിനക്ക് വേണ്ടി ആ 15,000 കിട്ടി. ഒരു ഹായ് പറഞ്ഞേക്കാം. ഹലോ ഹലോ, എല്ലാ സെറ്റാണ്, എല്ലാ സെറ്റാണ്. ധൈര്യമായിട്ട് പോരാ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്.
കുഴൽ കിണറുകൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നമാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. പണ്ട് കാലത്തെ എല്ലാ വീടുകളിലും 40 സെൻറ്റ് 50 സെൻറ്റ് 1 ഏക്കർ മുകൾ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കിണർ കുത്താനൊക്കെ കഴിയും. ഇക്കാലഘട്ടത്തിൽ എല്ലാവർക്കും 5 സെൻറ്റ് 10 സെൻറ്റിലേക്ക് ചുരുങ്ങി. അതുകൊണ്ട് സാധാ കിണറിനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കുഴൽക്കിണറുകളാണ്. സാധാ കിണറുകൾ നമ്മൾ കുഴിക്കുകയാണെങ്കിൽ 25,000 രൂപ 30,000 രൂപയിൽ വെള്ളം കാണുമെങ്കിൽ കുഴൽ കിണറുകൾക്ക് സാമാന്യം അതുപോലെ തന്നെ ചിലവും കൂടുതലാണ്. എങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു 90% ഗ്യാരണ്ടിയാണ്. 100 രൂപ ഒരടിക്ക് നിരക്ക് വച്ചിട്ട് 225 അടിക്ക് 22,500 രൂപയും അതിൽ 60 അടി വരെ മണ്ണായതുകൊണ്ട് പൈപ്പ് ഇടേണ്ടി വന്നു. ISI മാർക്കുള്ള തിക്നെസ്സുള്ള പൈപ്പ് ഇട്ടതടക്കം 37,000 രൂപയാണ് ഈ കിണറിന് ചിലവ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു പൈപ്പ് ഈ മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ മെറ്റലിൻ്റെ പൈപ്പ് ഒരു പൈപ്പ് 5 അടിയാണ്. അപ്പോൾ ഒരു പൈപ്പ് നമുക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് 100 രൂപ വെച്ചിട്ട് 500 രൂപ മുടക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് 22,500 രൂപ ചിലവ് വന്നത്. ഇതിൽ 225 അടിക്ക് ഒരുപാട് മുമ്പ് എനിക്ക് വെള്ളം കണ്ടു. 60 അടിയിൽ വെള്ളം കണ്ടു. അതിനുശേഷം പാറയായിരുന്നു. ഒരുപാട് ഞാൻ താഴ്ത്തിയിട്ടു. കാരണം എനിക്ക് വെള്ളം ലഭിച്ചു എങ്കിലും വെള്ളത്തിന് ശക്തി ഉണ്ടായിരുന്നു. കൂടാതെ കുഴൽക്കിണറുകളുടെ ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5 സെൻറ്റ് പുരയിടമാണെങ്കിലും 1 സെൻറ്റ് പുരയിടമാണെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. കുഴൽ കിണറുകൾക്കും സ്ഥാനം നോക്കുന്ന ആളുകളുണ്ട് ഈ കാലഘട്ടത്തിലും. എങ്കിലും ഒരു 90% ഒരു പുരയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിരിൽ അറിയാവുന്ന ആളുകൾക്ക് ജലത്തിൻ്റെ നീരൊഴുക്ക് അറിയാവുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് കുഴൽക്കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഷുവറാണ്. എനിക്ക് സ്ഥാനമൊന്നും കാണാതെ തന്നെയാണ് വെള്ളം ലഭിച്ചത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് കുഴൽക്കിണറിലെ വെള്ളത്തിന് ഭയങ്കര കട്ടിയാണ്, ടേസ്റ്റ് ഇല്ല, ഇരുമ്പിൻ്റെ ചുവയാണ്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് നാൾ മുമ്പുള്ള മോട്ടോറുകൾ, ഇരുമ്പിൻ്റെ മോട്ടോറുകൾക്കായിരുന്നു ആ പ്രശ്നം. അത് വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് വെള്ളത്തിന് ടേസ്റ്റിൻ്റെ വ്യത്യാസം പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ പാടം കണ്ടം എന്നൊക്കെ പറയുന്ന അവിടെയുള്ള കുഴൽക്കിണറുകൾ എത്ര നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ചെളി ചൊവയൊക്കെ വരുന്നുണ്ട്. വെള്ളം കലക്കലായിരിക്കും. അങ്ങനെയും കേട്ടിട്ടുണ്ട്. കിണർ കുഴിക്കുമ്പോൾ മണ്ണിടിച്ചൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗത്ത് അവർ പൈപ്പ് ഇടുന്നുണ്ട്. നല്ല തിക്നെസ്സുള്ള ISI മാർക്കുള്ള പൈപ്പാണ്. ആ പൈപ്പ് കഴിയുമെങ്കിൽ നമ്മൾ വാങ്ങി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവർ കൊണ്ടുവരുന്ന പൈപ്പിന് അവർ അമിത പൈസ ഈടാക്കുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ കുഴൽക്കിണറിൻ്റെ പൈപ്പിൻ്റെ വില ഒന്ന് അന്വേഷിച്ച് വയ്ക്കുക. സാധാ ഹാർഡ്വെയർ കടയിൽ ചെന്നിട്ട് അവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. കിണർ കുഴിക്കുന്ന കമ്പനിക്കാരുമായിട്ട് എത്ര രൂപയ്ക്ക് എത്ര അടി എന്നുള്ള നിരക്കിൽ നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടതിന് ശേഷം മാത്രമേ കിണർ കുഴിക്കാമോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സുന്ദരമായ കാഴ്ചകളുടെ
എന്നിട്ട് സംസാരിക്കണം. അവന് ഓട്ടം വന്നാണ് വണ്ടി കൊണ്ട് അലമാരയുമായിട്ട് മാറ്റിയിരുന്നു. മൂന്നാർ ടൗൺ വളരെ സുന്ദരാണ്. അന്നും ഇന്നും കാണണമെന്ന ആഗ്രഹവുമായി ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും മാറ്റപ്പെട്ടിടാം മാറ്റപ്പെട്ടിടാം മൂന്നാറിന്റെ ആവൃത്തം നിറഞ്ഞ തേയിലത്തോട്ടത്തിലൂടെയാണ് വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ
മാന്യപ്രേക്ഷകർക്കും കളർഫുൾ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഗ്രെനാഡോന്ന് പറഞ്ഞ വയർലെസ് മൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആമസോണിൻ്റെ സൈറ്റിൽ നിന്നും 2550 രൂപയ്ക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടാണ് നമ്മൾ മൈക്ക് വാങ്ങിയിട്ടുള്ളത്. ഗ്രെനാഡോ എന്നാണ് ഈ മൈക്കിൻ്റെ പേര്. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. രണ്ട് മൈക്കും ഒരു ട്രാൻസ്മിറ്ററുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ആമസോണിൻ്റെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്. 2550 ബില്ല് നമുക്ക് 7 ദിവസത്തേക്ക് റീപ്ലേസ്മെൻ്റ് അടക്കം കൊടുത്തിട്ടുള്ളൊരു ബില്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാക്കിംഗ് കേസ്, പിന്നെ നമ്മുടെ മൈക്കാണ് അടുത്തായിട്ടുള്ളത്. മൈക്കിൻ്റെ കവറിൻ്റെ ബാക്കിൽ
അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ പ്രത്യേകത, നോയിസ് ക്യാൻസലേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോ മൈക്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവരുടെ സർവീസ് എന്താണെങ്കിലും പെർഫെക്റ്റ് ആണ് ട്ടോ. നല്ല പാക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി. മൈക്കിൻ്റെ കൂടെ നമുക്ക് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. കൂടാതെ രണ്ട് ഡേറ്റ കേബിളും ഒരു ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്നൊരു പിന്നും ഹെഡ്ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നൊരു പിന്നുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്
ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ട്രാൻസ്മിറ്റർ. കൂടാതെ ഈ കാണുന്നത് മൈക്ക്. മൈക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സി ടൈപ്പ് പോർട്ട് കൊടുത്തേക്കും. നമുക്ക് മൈക്ക് കേസ് അല്ലാതെ നമുക്ക് പുറത്ത് ചാർജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതേ സി ടൈപ്പ് പോർട്ടിൽ നിന്ന് നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാവുന്നതുമാണ്. നമ്മുടെ ചാർജ് ചെയ്യുന്ന അതേ പോർട്ടിൽ നമ്മള് ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യുക. ശേഷം നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. മൈക്ക് ഓണാക്കിയാൽ മാത്രം മതി. ഫോണിലെ സ്പീക്കറിൽ
മൈക്കോണായി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കേ. ഓണായിട്ടുണ്ട്. പച്ചക്കറിയുണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിന്നുള്ള സൗണ്ടാണ്. ഇത് രണ്ടെണ്ണമുണ്ട്. രണ്ട് മൈക്കും ഒരു ട്രാൻസ്മിറ്ററുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിലവിൽ ഫോണിൽ കണക്ട് ചെയ്തേക്കോ ട്രാൻസ്മിറ്റർ. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതാണ് ഏറ്റവും പ്രത്യേകത. 20 മീറ്റർ വരെയും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നൊരു 15 മീറ്ററിൽ കൂടുതൽ ഞാൻ പോയിട്ടുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇരുപത് മീറ്ററിൻ്റെ അധികം നമ്മൾ പോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ 25,000 30,000 കൊടുത്ത റോഡിൻ്റെ മൈക്ക് മേടിക്കുന്നവർക്ക് ഈ മൈക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഒരു ചൈനീസ് ബ്രാൻഡാണ് എങ്കിലും
നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ മൈക്കിന് ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു തവണ നമ്മള് ഞെക്കിക്കഴിഞ്ഞാൽ ഒറ്റ തവണ ഈ പച്ച ലൈറ്റ് ബ്ലിങ്കാവും. അപ്പൊ നോയ്സ് ക്യാൻസലേഷൻ 1 സ്റ്റാർട്ടാവും. രണ്ടാമത് ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ 2 തവണ പച്ച ലൈറ്റ് ബ്ലിങ്കാവും. നോയ്സ് ക്യാൻസലേഷൻ്റെ ലെവൽ 2 ആണ്. പിന്നെ 3 തവണ പച്ച ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സൗണ്ട് പോലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചെറിയൊരു സൗണ്ട് പോലും നമുക്ക് ഈ മൈക്കിലൂടെ കിട്ടാണ്ട് നോയ്സ് ക്യാൻസലേഷനായിട്ട് നമുക്ക് കിട്ടുന്നു. നല്ല ക്ലാരിറ്റിയായ ശബ്ദം ലഭിക്കും. അപ്പൊ ഇത്രയും ചെറിയൊരു വിലയ്ക്ക് 2550 രൂപ എന്ന ചെറിയൊരു പ്രൈസിൽ ഈയൊരു മൈക്ക് ഗ്രനാറോടെ ഒരു ചൈനീസ് ബ്രാൻഡ് നമുക്ക് ലഭിക്കുന്നത് അത്ഭുതം തന്നെയാണ്. കാരണം നമ്മൾ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള മൈക്കുകളൊക്കെ റോഡിൻ്റെ 30,000 25,000 രൂപ മൈക്കുകളാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ഐറ്റമാണ്.
നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം.